രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ നിയമപരമായ പരാതികളോ കേസുകളോ ഇല്ലാത്തിടത്തോളം രാഹുലിനെ പൂർണ്ണമായും കൈവിടേണ്ടെന്നുറപ്പിക്കുകയാണ് UDF നേതൃത്വം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ പാർട്ടിയെ ലക്ഷ്യം വെച്ചാണ്. അതിനെ ഇപ്പോഴേ പ്രതിരോധിച്ചില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പാർട്ടി എടുത്ത നടപടികൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. PR പ്രവീണയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേർത്തത്. പ്രവീണ, ഗുഡ് മോർണിംഗ്. എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തുടക്കത്തിൽ തള്ളിപ്പറഞ്ഞവർ തന്നെ ഇപ്പോൾ രാഹുലിന് വേണ്ടി രക്ഷാകവചം തീർക്കുന്നു അല്ലേ? വെരി ഗുഡ് മോർണിംഗ് സേതു. അതായത് പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാഹുൽ എന്ന വ്യക്തിയെ ഇപ്പോഴും കടന്നാക്രമിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടി നടപടി എടുത്തതോടുകൂടി ആ ഒരു വിവാദം കെട്ടടങ്ങണമായിരുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ. മാത്രവുമല്ല, ഈ സാഹചര്യത്തിലും രാഹുലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ പരാതികൾ ഈ കേസ് അന്വേഷിക്കാൻ നിയോഗിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ പോലും എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരാളെ മാറ്റി നിർത്തുക എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണ സംഘം പരമാവധി ഈ ഇരകൾ ആകപ്പെട്ട പെൺകുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അവരിൽ നിന്ന് മൊഴി കിട്ടുമോ എന്ന് നോക്കുന്നുണ്ട്. മാത്രവുമല്ല, ചില ചികിത്സാ രേഖകൾ അടക്കം ഇവർ ശേഖരിക്കുന്നുമുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ കേസ് വരികയാണെങ്കിൽ മാത്രം തുടർ നടപടികൾ, അല്ലാത്ത പക്ഷം രാഹുലിനെതിരെയുള്ള നടപടി പാർട്ടി എടുത്തിട്ടുണ്ട്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകാത്ത തരത്തിൽ മുന്നോട്ട് പോവുക, ഇതാണ് ഇപ്പോൾ UDF-ഉം കോൺഗ്രസും സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം. ശരി, PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.